പരിശുദ്ധനായ അന്ത്രയോസ് ബാവ തിരുമേനിയുടെ വലിയ പെരുന്നാൾ ശുശ്രൂഷകളിലാണ് നമ്മുടെ ഇടവക ഈ ദേശം സംബന്ധിക്കുന്നത്. ഈ ശനിയാഴ്ച രാവിലെ ഈ കുരിശുപള്ളിയുടെ പരിശുദ്ധമായ അങ്കണത്തിൽ വിശ്വാസി സമൂഹം നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത് തന്നെ ആ പരിശുദ്ധ പിതാവിനോട് നമ്മുടെ ആദരവ് എത്രമാത്രമുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. ഞാനിന്ന് രാവിലെ 6:45 വരുമ്പോൾ തന്നെ ഈ പള്ളി നിറഞ്ഞ് പള്ളിക്കകത്തു നിന്ന് പുറത്തോട്ട് ആളുകൾ നിന്ന് തുടങ്ങിയിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ അതിശയിപ്പിച്ചു. ഞാൻ ഈ നാട്ടുകാരനാണെങ്കിൽ പോലും ഞാൻ ഉടനെ ചിന്തിച്ചത് തന്നെയാണ്, പരിശുദ്ധ അന്ത്രയോസ് ബാവ പിതാവ് ഈ നാടിന് എത്രമാത്രം ശ്രേഷ്ഠനാണ്, വലിയവനാണ്, മധ്യസ്ഥനാണ് എന്നാണ് എൻ്റെ മനസ്സിൽ വന്നത്. അന്ത്രയോസ് പിതാവിൻ്റെ മധ്യസ്ഥത ഞാൻ ജനിച്ച ദിവസം മുതൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോഴും ആ മധ്യസ്ഥതയിൽ അഭയം തേടുന്ന മനുഷ്യനാണ് ഞാൻ. അന്ത്രയോസ് ബാവയെ കുറിച്ച് എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ അന്ത്രയോസ് ബാവയുടെ സാന്നിധ്യം, മധ്യസ്ഥത, കണ്ണുനീര് വീണ സ്ഥലത്ത്, 2 പ്രധാനപ്പെട്ട സ്ഥലത്ത് കുറെ വർഷങ്ങൾ ഞാൻ ചെലവഴിച്ചു. അതിലൊന്ന് പുത്തങ്കാവ് എന്ന പുണ്യഭൂമിയാണ്. ഞാൻ പുത്തങ്കാവുകാരനാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ KG പായൽ കിടന്ന് പഠിത്തം തുടങ്ങിയത് നമ്മുടെ GMB KG സ്കൂളിലാണ്. KG ക്ലാസ് മുതൽ ഈവറീസ് മാർ പീലിക്സ് സീനിയേഴ്സ് മെമ്മോറിയൽ സ്കൂളിൽ, GMB KG സ്കൂളിൽ, അന്ന് മുതൽ അന്ത്രയോസ് ബാവയുടെ മധ്യസ്ഥത തേടുന്ന ഒരു സഭാ മകനാണ്. അന്ത്രയോസ് ബാവയുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള ഈ പ്രദേശത്ത് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത ഇപ്പോഴും തേടുന്ന മനുഷ്യനാണ് ഞാൻ. അതാണ് ഒന്നാമത്തെ സ്ഥലം. രണ്ടാമത്തെ ഒരു സ്ഥലം വെട്ടിക്കൽ ദേറായാണ്. വെട്ടിക്കൽ ദേറ പോയിട്ടുള്ളവരുണ്ട്, അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരുണ്ട്. നമ്മൾ പലപ്പോഴും വെട്ടിക്കൽ ദേറ എന്ന് കേൾക്കുമ്പോൾ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ബാല്യകാല ജീവിതം ചെലവഴിച്ച ദേറ പുണ്യഭൂമി എന്നൊക്കെയാണ്. ശരിയാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് വെട്ടിക്കൽ ദേറ എന്ന് പറയുന്നത് പരിമല തിരുമേനി സ്ഥാപിച്ചതാണെന്ന് പോലുമാണ് ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. പരിശുദ്ധ പരിമല തിരുമേനി 19-ാം നൂറ്റാണ്ടിന്റെ മധ്യ ദശകങ്ങളിൽ അവിടെ താമസിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ദേറ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 17-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിൽ നമ്മുടെ സ്മരീയ പുരുഷനായ മാർ അന്ത്രയോസ് ബാവ തിരുമേനി ഈ ദേറായിൽ താമസിച്ചിട്ടുണ്ട്, വെട്ടിക്കൽ ദേറായിൽ. എന്നാൽ അത് 17-ാം നൂറ്റാണ്ടിന്റെ അന്ത്യശതകം എന്ന് പറയുന്നത്, ദശകം എന്ന് പറയുന്നത് 1678, 1680, 90 കാലഘട്ടത്തിലാണ്. അതിനു മുമ്പേ ആ ദേറ അവിടെയുണ്ട്. 1860-ലാണ്, 60-കളിലാണ് പരിശുദ്ധ പരിമല തിരുമേനി അവിടെ താമസിക്കുന്നത്. 200 വർഷത്തിന് ശേഷം വെട്ടിക്കൽ ദേറായുടെ ശുശ്രൂഷകനായി, ചുമതലക്കാരനായി 7 വർഷം ഞാൻ അവിടെ താമസിച്ചു. ഈ അന്ത്രയോസ് ബാവ തിരുമേനിയുടെ മധ്യസ്ഥതയുടെ വലിപ്പം അവിടെയും ഞാൻ ദർശിച്ചു. അവിടെയും എന്ന് പറയാൻ കാര്യം, ഒന്നാമത് എൻ്റെ ദേശം പുത്തങ്കാവാണ്. പുത്തങ്കാവിൽ നിന്ന് അനുഭവിച്ചതിൻ്റെ കൂടെ വെട്ടിക്കൽ ദേറായിൽ നിന്നും ഞാൻ അനുഭവിച്ചു എന്ന് പറയാനാണ് അവിടെയും എന്ന വാക്ക് ഉപയോഗിച്ചത്. രണ്ടിടത്തും സമാനമായ ഒരു കാര്യമുണ്ട്, കിണർ. പുത്തങ്കാവ് പള്ളിയുടെ കിണർ, അതിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ ഈ പുത്തങ്കാവ് ദേശക്കാരോട് പറയേണ്ട കാര്യമില്ലല്ലോ, ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്. ആ കിണറ്റിലെ വെള്ളം കുടിച്ചാണ് ഞാൻ എൻ്റെ ബാല്യകാല വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ ചെലവാക്കിയത്. GMB KG സ്കൂളിൽ പഠിച്ച്
പ്രീ KG മുതൽ LKG UKG 1, 2, 3, 4, 5, 6 6-ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. 7-ാം ക്ലാസ്സിൽ ഒറ്റക്കുടി സ്കൂളിലാണ് പഠിച്ചത്. 8, 9, 10 മെട്രോപൊളിറ്റൻ MHSലാണ് പഠിച്ചത്. അതുകൊണ്ട് ഈ പുത്തങ്കാവ് പള്ളിയുടെ കിണറ്റിലെ വെള്ളം കുടിച്ചാണ് ഞാൻ ജീവിതം തുടങ്ങിയത്. ആ വെള്ളത്തിന്റെ പ്രാധാന്യവും കിണറിന്റെ അത്ഭുതവും ഒക്കെ അറിയാവുന്നവരാണ് ഇവിടെ. ഔഷധ ഗുണമുള്ള ആ വെള്ളത്തിന്റെ സാന്നിധ്യത്തിന്റെ കാരണം മാർ അന്ത്രയോസ് പിതാവാണ്. നിങ്ങൾക്കറിയാം. അതേ ഒരു വിവരണം വെട്ടിക്കൽ ദേറായുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്. അവിടെ ഒരു കിണറുണ്ട്, ഒരിക്കലും പറ്റാത്ത ഒരു കിണർ. ഞാൻ 2015 അവിടെ ചെല്ലുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കേൾക്കുന്നത്, ആ പ്രദേശത്ത്, നിങ്ങൾ വെട്ടിക്കൽ എന്ന് പറയുന്നത് മുളന്തുരുത്തിയാണ്, വെട്ടിക്കൽ പ്രദേശം മുളന്തുരുത്തി, തിരുവാണിയൂർ, വരിക്കോലി, നെച്ചൂർ, പിറവം തുടങ്ങിയ പ്രദേശങ്ങളിൽ ആൾക്കാരെല്ലാം വെള്ളം അവരവരുടെ കിണറ്റിൽ തീരുമ്പോ ഈ വെട്ടിക്കൽ ദേറായിലെ കിണറിലാണ് കിണറ്റിൽ വന്ന് വെള്ളം കുടിച്ച് നനച്ച് കുളിച്ച് വെള്ളം എടുത്തുകൊണ്ട് പോയാണ് അവരുടെ ജീവിത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. വെറുതെ പറഞ്ഞല്ല, എക്സാഗ്രേറ്റ് പറയുന്നതല്ല. ആ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ട് എന്ന് എത്രയോ ഉദാഹരണങ്ങൾ, തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ എനിക്ക് കേൾക്കാനായിട്ടിടയായിട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളം കോരി കുടിച്ചാൽ രോഗസൗഖ്യം. പലരുടെയും രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പോഴത്തെ അങ്കമാലി ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ പോളിക്കർപ്പോസ് തിരുമേനി. അദ്ദേഹം അവിടുത്തെ എനിക്ക് മുൻപിൽ മാനേജരായിരുന്നു അവിടെ. ഞാൻ അദ്ദേഹത്തിന് ശേഷം അങ്ങനെ കുറെ സ്ഥലങ്ങൾ പറയാനുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. അദ്ദേഹം കാലം ചെയ്തിരിക്കുന്ന, അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്ന കല്ലട എന്ന ദേശം, എത്രയോ വിശ്വാസികൾ ആ പ്രദേശത്തേക്ക് ഓടി ചെല്ലുന്നത്. കുണ്ട്ര, മുളന്തുരുത്തി, പുത്തങ്കാവ്. അതിൻ്റെ മറുഭാഗത്ത് മറ്റൊരു കാര്യം കൂടെ കേൾക്കണം. അദ്ദേഹം ധാരാളം പരിഹാസമേറ്റ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച്, നൈർമല്യത്തെക്കുറിച്ച്, പരിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോ അതിന് നേരെ പാരലായിട്ട് പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ധാരാളം പരിഹാസമേറ്റ മനുഷ്യനായിരുന്നു. ഞാൻ മുളന്തുരുത്തിയിൽ വെട്ടിക്കൽ എന്ന് പറയുന്നത് മുളന്തുരുത്തിയാണ് കേട്ടോ. മുളന്തുരുത്തിയിൽ താമസിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ചരിത്രരേഖകളിലുമുണ്ട്. ധാരാളം പരിഹാസമേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ പള്ളി കയറ്റാതിരിക്കാൻ വേണ്ടി പള്ളി അടച്ചിടുകയും, അദ്ദേഹം പള്ളിയുടെ വാതിൽക്കൽ വന്നപ്പോൾ പള്ളി അടഞ്ഞു കിടക്കുന്നത് കണ്ട് ഈ വാതിൽ തുറന്നു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ വാതിൽ തുറന്ന് അദ്ദേഹം പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. മുളന്തുരുത്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ കളിയാക്കാൻ, പരിഹസിക്കാൻ ധാരാളം പേരുണ്ടായിരുന്നു ചുറ്റുപാടും. പക്ഷെ ഒരു കാര്യം അറിഞ്ഞോ, ആ കളിയാക്കിയവരും പരിഹസിച്ചവരും ആ വീട് മുഴുവനെ ആരൊക്കെയാണോ പരിശുദ്ധന്മാരെ, വിശുദ്ധന്മാരെ, പുണ്യവാന്മാരെ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ കളിയാക്കുന്നത്, പരിഹസിക്കുന്നത്, അവരുടെ എല്ലാം നാശമാണ് കണ്ടിട്ടുള്ളത്, അവരുടെ എല്ലാം ഇല്ലായ്മയാണ് കണ്ടിട്ടുള്ളത്. അത് കുടുംബത്തിലെ ഒരാൾ ചെയ്താൽ മതി, കുടുംബം മുഴുവൻ നശിച്ചു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. ചരിത്രത്തിൽ പറയുന്ന കാര്യമാണ്, എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെയും, ഇന്നത്തെ വേദഭാരയിൽ നമ്മൾ വാചകം കേട്ടു, തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്ത ഒരുവനും എനിക്ക് ചേരുന്നവനല്ല. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം. എൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ. കുരിശ് എന്തിൻ്റെ സിമ്പലാണ്? നിങ്ങൾ പറയും സ്നേഹത്തിൻ്റെതാണ്, ശരിയാണ്. നിങ്ങൾ പറയും ത്യാഗത്തിൻ്റെതാണ്, ശരിയാണ്. നിങ്ങൾ പറയും താഴ്മയുടേതാണെന്ന്, ശരിയാണ്. നിങ്ങൾ പറയും കുരിശ് വിജയത്തിൻ്റെതാണെന്ന്, ശരിയാണ്. കുരിശ് മറ്റ് ഒരെണ്ണം കൂടെ ഉണ്ട്, കയറ്റി പറയണം, കുരിശ് പരിഹാസത്തിൻ്റെയും സിമ്പലാണ്. അതുകൊണ്ടാണല്ലോ യേശുവിനെ അവിടെ കയറ്റിയത്. യേശു ക്രൂശിൽ ഇറക്കപ്പെടുന്നതിന് മുമ്പ് കുരിശ് പരിഹാസത്തിൻ്റെയും അപമാനത്തിൻ്റെയും നിന്ദയുടെയും സിമ്പലായിരുന്നു. അതുകൊണ്ട് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുവാൻ, കർത്താവ് ക്രൂശിൽ കയറുന്നതിന് മുമ്പാണ് ഇത് പറയുന്നത് തന്നെ. എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ എൻ്റെ കുരിശെടുക്കട്ടെ എന്ന് പറയുന്നത് കുരിശിൽ കയറുന്നതിന് മുമ്പാണ്. അപ്പൊ ആ കുരിശ് ആ സമയത്ത് പരിഹാസത്തിന്റെ സിമ്പലായിരുന്നു, പ്രതീകമായിരുന്നു. കുരിശ് പരിഹാസത്തിന്റെ സിമ്പലും കൂടെയാണ്. പരിഹാസം ഏൽക്കേണ്ടി വരും. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ,
പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, പരിശുദ്ധ സഭയിൽ സത്യത്തോടും നീതിയോടും നന്മയോടും വിശുദ്ധിയോടും ജീവിക്കുമ്പോഴും പരിഹാസമേൽക്കേണ്ടി വരും, അപമാനം ഭരിക്കേണ്ടി വരും. നമ്മളെ തള്ളിപ്പറയുന്ന, നമ്മളെ വളരെ മോശമാക്കുന്ന പല പല അവസരങ്ങൾ ഉണ്ടാകും. അത് നേരിട്ട് വേണമെന്നില്ലല്ലോ. ഇപ്പം എന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളത്, എന്തെല്ലാം മീഡിയംസുമാണ് ഉള്ളത്. പരിഹാസം ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം നോക്കിക്കോ, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും യേശുക്രിസ്തുവിന് വേണ്ടിയും ജീവിക്കുമ്പോൾ ഏൽക്കുന്ന പരിഹാസങ്ങളായി കണക്കൂട്ടണ്ട. ആ പരിഹസിക്കുന്നവർ നശിച്ചു പോകുവാൻ കാരണമാകുന്നു എന്നുള്ളതിന് തെളിവാണ് മാർ അന്ത്രയോസ് ബാവായുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയും എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. ആ പുണ്യവാന്റെ മധ്യസ്ഥത ഈ നാടിന്, ഈ ദേശത്തിന് അനുഗ്രഹമായി മാറട്ടെ. പുത്തങ്കാവ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവക മാത്രമല്ല, ഞാൻ ആറാട്ടുപുഴ സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഇടവക അംഗമാണ്. ആറാട്ടുപുഴ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിലെ അംഗങ്ങളും ഈ അന്ത്രയോസ് ബാവായുടെ മധ്യസ്ഥത അണയുന്നവരാണ്. ഞാൻ പറയുന്നത് പുത്തങ്കാവിനെ കുറിച്ചും ആറാട്ടുപുഴയെ കുറിച്ചും മാത്രമല്ല, ഈ പ്രദേശം, നാട് മുഴുവൻ ആ പുണ്യവാന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നവരാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ പുണ്യവാന്റെ മധ്യസ്ഥതയിൽ പെരുന്നാൾ ആചരിക്കുന്നു. നാളെ മുതൽ വലിയ പെരുന്നാൾ ഒരാഴ്ച ആ ദേവാലയത്തിന്റെ അങ്കണത്തിൽ നടത്തുന്നു, വലിയ റാസ് നടത്തുന്നു, പ്രദക്ഷിണം നടത്തുന്നു. എത്രായിരം പേരാ സംബന്ധിക്കുന്നത്? നിങ്ങളുടെ ഇടവക്കാർ മാത്രമാണോ? അല്ല. കാരണം എന്താ? ഈ ദേശത്തിന്റെ മധ്യസ്ഥനാണ് അദ്ദേഹം. ഈ ദേശത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച പുണ്യവാനാണ് അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ പുണ്യവാന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നതോടൊപ്പം കണ്ണുനീരൊഴുക്കി ദൈവത്തിരുമ്പാകെ നന്മയിൽ ജീവിച്ച് പ്രാർത്ഥിക്കാം. പരിഹാസങ്ങൾ ഏൽക്കട്ടെ, പേടിക്കണ്ട. പരിഹാസം ഏൽക്കുന്നവർ വിജയിക്കുകയും പരിഹസിക്കുന്നവർ നശിക്കുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.